കോടതി വരാന്തയിലൂടെ കാറിനടുത്തേക്ക് നടന്നു നീങ്ങവേ കണ്ണിലൂടെ ഉരുണ്ടുരുള്ളുന്ന നീർക്കണങ്ങളെ ആരും കാണാതെ തട്ടിത്തെറിപ്പിക്കുമ്പോൾ തനിക്കിതെന്താ പറ്റിയതെന്നോർത്ത് അവൾ അത്ഭുതപ്പെട്ടു. ഞാനേറെ ആഗ്രഹിച്ചിരുന്ന ദിവസം, എൻ്റെ വേറൊരു വാശി കൂടി വിജയിച്ച ദിവസം, ഞാനേറെ സ്വപ്നം കണ്ടിരുന്ന ദിവസം. പക്ഷേ അതിലൊരിക്കൽ പോലും ഒരു കണ്ണുനീരിൻ്റെ നനവ് തൻ്റെ കവിളിലൂടെ ഒലിച്ചിറങ്ങുമെന്ന് കരുതിയില്ല. കോടതിയിലൂടെ തുള്ളിച്ചാടി അവൻ്റെ മുന്നിലൂടെ വിജയശ്രീലാളിതയായി തലയെടുപ്പോടെ നടന്നു നീങ്ങുന്ന എന്നെ മാത്രമേ ഞാൻ ഇന്നലെ വരെയും ഭാവനയിൽ കണ്ടുള്ളൂ. ഒരിക്കൽ പോലും കണ്ണീർ പൊഴിച്ച് തലതാഴ്ത്തി നടന്നു നീങ്ങുന്ന എന്നെ എനിക്ക് പോലും ഉൾക്കൊള്ളാനാവുന്നില്ല. അച്ഛൻ പിന്നെയും എന്നെ പുറകിൽ നിന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ കേൾക്കാത്ത പോലെ നടത്തത്തിൻ്റെ വേഗത കൂട്ടി. ഡോറ് തുറന്ന് കാറിൽ കയറാൻ തുനിഞ്ഞപ്പോഴേക്കും അച്ഛൻ്റെ പിടുത്തം കൈത്തണ്ടയിൽ വീണിരുന്നു. അതങ്ങോട്ട് അഴിച്ചു കൊടുക്കു താനു. അവൻ്റെ ഒരു ഓർമ്മയിനി നിനക്കൊരു ബുദ്ധിമുട്ടാവേണ്ട. അച്ഛൻ്റെ ഈ വാക്കുകൾക്ക് എന്നെ വേദനിപ്പിക്കാൻ മാത്രം മൂർച്ചയുണ്ടെന്നോ നേരത്തെ കേട്ടപ്പോൾ തന്നെ ബോധ്യമായതാണ്. പിന്നെയും അച്ഛൻ അത് തന്നെ ആവർത്തിച്ച് പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിക്കൊണ്ടേയിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന വിധുവിനെ കണ്ടത്. വേഗം പുറംതിരിഞ്ഞു നിന്ന് കണ്ണീരൊപ്പി. അപ്പോഴേക്കും അച്ഛൻ താലിമാലയുടെ കൊളുത്ത് അഴിച്ചു കഴിഞ്ഞിരുന്നു. താൻ ഒന്നുകൂടെ ആ ആലിലത്താലിയിൽ മുറുകെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ച്. അച്ഛനത് കാര്യമാക്കാതെ എന്നിൽ നിന്നും വിടിവിച്ചു. പ്രിയപ്പെട്ടതെന്തോ നഷ്ടമായ വേദനയിൽ തൊണ്ടക്കുഴിയിൽ നിന്നൊരു ഗദ്ഗതം പുറത്തേക്ക് ചാടി. പിന്നിൽ നിൽക്കുന്ന വിധു അത് കേൾക്കാതിരിക്കാൻ ഞാൻ വേഗം കാറിൽ കയറി ഡോറടച്ചിരുന്നു. അച്ഛൻ താലി വിധുവിൻ്റെ കൈയിനുള്ളിൽ വെച്ച് കൊടുത്ത് പറയുന്ന കേട്ടു. മോനെ, ഈ താലിക്ക് നല്ലൊരു അവകാശി എത്രയും പെട്ടെന്ന് തന്നെ കിട്ടട്ടെ. മോൻ്റെ അമ്മയെ വിഷമിപ്പിക്കരുത്. ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇനിയുള്ള ദിവസങ്ങളെങ്കിലും സന്തോഷവും സമാധാനവും നൽകുക. സ്വന്തം പേരക്കുട്ടിയെ കാണാനും മടിയിലിരുത്തി കൊഞ്ചിക്കാനൊക്കെ ആ അമ്മ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊന്നും നിങ്ങളുടെ ഭൂതകാലം ഒരു തടസ്സാവരുത് എന്ന് മാത്രമേ ഉള്ളൂ ഈ അച്ഛൻ്റെ അപേക്ഷ. മോന് നല്ലത് മാത്രം വരട്ടെ. അച്ഛൻ മറുപടി കാത്തു നിൽക്കാതെ കണ്ണീർ തൂയിക്കൊണ്ട് കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു. ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കിയതും അച്ഛൻ വേഗം ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് ഞങ്ങളെ ഈ നോക്കി നിൽക്കുന്ന വിധുവിനെ അരികിലേക്ക് വിളിപ്പിച്ചു. മോനെ, ബന്ധങ്ങളെ ഇവിടെ അറുത്തു മാറ്റിയിട്ടുള്ളൂ. സ്നേഹവും അടുപ്പവും എല്ലാം ഇന്നും മനസ്സിലുണ്ടാവും. 2 പെൺകുട്ടികളും മാത്രമുള്ള ഞങ്ങളുടെ വീട്ടിലേക്ക് വലതുകാല് വെച്ച് ആദ്യമായി കയറി വന്ന എൻ്റെ മോനാ നീ. ആരൊക്കെ ഇനി വന്നാലും ആ സ്ഥാനം എന്നും എൻ്റെ മോന് തന്നെ ഉള്ളതായിരിക്കും. എന്താവശ്യമുണ്ടെങ്കിലും അച്ഛനെ വിളിക്കാൻ മറക്കരുത്. ഒറ്റക്കായി പോയെന്ന് തോന്നുകയരുത്. ഞാനും ജാനകിയും എന്നും നിന്റെ കൂടെ ഉണ്ടാവും. വീതൊന്നും മിണ്ടാതെ അച്ഛൻ്റെ കയ്യിൽ തടവിക്കൊണ്ട് ആശ്വസിപ്പിച്ച് നിന്നു. എന്നാ പോട്ടെ മോനെ എന്നും പറഞ്ഞ് അച്ഛൻ സീറ്റിൽ കണ്ണുടച്ച് കിടന്നു. എന്നെ നോക്കി നിൽക്കുന്ന വിധുവിൻ്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. ഞാനൊന്നും പറയാതെ കാർ ഓടിച്ചു പോന്നു. വീട്ടിലെത്തിയത് നേരെ റൂമിലേക്ക് ഓടി. കണ്ണുനീരിന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഡിവോഴ്സ് കിട്ടുന്ന ദിവസം FBയിലും ഇൻസ്റ്റയിലുമൊക്കെ ഇടാനുള്ള സ്റ്റാറ്റസ് വീഡിയോ 2 ദിവസം മുന്നേ ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു. രാത്രിയിൽ ഫ്രണ്ട്സിനോടെല്ലാം ഇന്നത്തെ ഡിന്നർ എൻ്റെ വകയാണെന്നും ഫേസ്റ്റോ ക്ലബിലേക്ക് രാത്രിയിൽ എത്താനുമെല്ലാം പറഞ്ഞു വെച്ചതാണ്. കട്ട് ചെയ്യാനുള്ള കേക്ക് ഒരാഴ്ച മുന്നേ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷം എല്ലാവരും അറിയട്ടെ എന്ന് കരുതി. പക്ഷേ എന്നിൽ ഇങ്ങനെ ഒരു മാറ്റം ഞാൻ പോലും പ്രതീക്ഷിച്ചതല്ലല്ലോ. ഇഷ്ടദൈവത്തിൻ്റെ നടയിൽ വെച്ച് വിധുവിൻ്റെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ 7 ജന്മവും ഈ താലിയുടെ അവകാശി ഞാൻ തന്നെ ആവണമേ എന്നുള്ളുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ അന്നു മുതൽ കഴുത്തിൽ കിടക്കുന്ന താലി എനിക്കൊരു ധൈര്യമായിരുന്നു. വിധുവിനോട് വഴക്കുണ്ടാക്കി മാറി നിന്നപ്പോഴും ഡിവോഴ്സിന് വേണ്ടി കാത്തിരിക്കുമ്പോഴും ഞാൻ ഓർത്തതേയില്ല ഈ താലി കഴുത്തിൽ നിന്ന് അഴിച്ചു കൊടുക്കേണ്ടി വരുമെന്ന്. ഓരോന്നോർത്ത് ഡ്രസ്സ് പോലും മാറിയിടാതെ ഞാനങ്ങനെ കിടന്നു. ഉച്ചക്ക് ആരും എന്നെ ഉണ്ണാനൊന്നും വിളിച്ചില്ല. അവരറിയാതെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത മകളുടെ ഒരു കാര്യത്തിലും ഇനി അച്ഛനും അമ്മയും ഇടപെടില്ലെന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. നിന്റെ വീടെന്ന നിലക്ക് നിനക്ക് ഇവിടെ വരാം, താമസിക്കാം, പോവാം, അത്രമാത്രം. അതിനപ്പുറത്തേക്ക് നീ ഞങ്ങളെ ഇനി ഒന്നിനും ശല്യപ്പെടുത്തരുത്. അച്ഛൻ എന്നോട് കൈകൂപ്പി പറഞ്ഞ നിമിഷം വീണ്ടും ഓർമ്മയിലേക്ക് വന്നപ്പോൾ ഞാൻ കണ്ണുകളടച്ച് കിടന്നു. ആർട്സ് ഡേക്ക് കോളേജ് മൈക്കിലൂടെ ഒഴുകി വന്ന പാട്ടിൻ്റെ മധുരമുള്ള ശബ്ദത്തിൻ്റെ ഉടമക്കായി ഓഡിറ്റോറിയത്തിലേക്ക് ഓടിക്കിതച്ച് വന്നപ്പോഴാണ് ആദ്യമായി ഞാൻ വിധുവിനെ കാണുന്നത്. അതായിരുന്നു തുടക്കം. പിന്നെ അവൻ്റെ മനസ്സിലേക്ക് കയറി പറ്റാനുള്ള തത്രപ്പാടിലായിരുന്നു താൻ. പല പെൺകുട്ടികളും അവൻ്റെ ഒരു നോട്ടത്തിനായി ക്യൂ ആണെന്ന് മനസ്സിലായപ്പോൾ നേരിട്ട് തന്നെ ഞാൻ എൻ്റെ ഇഷ്ടം അവനെ അറിയിച്ചു. അവൻ അപ്പോൾ തന്നെ എന്നെ വിലക്കി. നീ സ്വപ്നം കാണുന്ന തരത്തിലുള്ള ഒരാളോ ജീവിതമോ അല്ല എൻ്റേത്. എൻ്റെ അമ്മ ഒരു ക്യാൻസർ രോഗിയാണ്. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചതാണ്. കൂടെ പിറപ്പുകൾ ആരുമില്ല. അച്ഛൻ്റെ അമ്മയുടെ ഇൻ്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് കുടുംബങ്ങളുമില്ല. അമ്മയെ വിട്ടൊരു ലോകവും എനിക്കില്ല. നീ ഇപ്പോൾ പഠിക്കുന്ന MBA കൊണ്ട് ലക്ഷ്യമാക്കുന്നത്
എൻ്റെ കുഗ്രാമത്തിലേക്ക് വന്ന് എൻ്റെ അമ്മയും വീട്ടുകാര്യങ്ങളും നോക്കി. അടുത്തുള്ള ടൗണിൽ ചെറിയൊരു കമ്പനിയിൽ ജോലി ചെയ്യാനാണോ തനുശ്രീ? അല്ലല്ലോ. നിന്റെ സ്വപ്നങ്ങൾ വളരെ വലുതാണ്. അതിനനുസരിച്ചുള്ള ജീവിതമാണ് നീ തിരഞ്ഞെടുക്കേണ്ടത്. 30-ാം വയസ്സിൽ വിധവയായ എൻ്റെ അമ്മ ഇത്രയും കാലം എനിക്ക് വേണ്ടി ജീവിച്ചു. ഇനി എനിക്ക് അമ്മയ്ക്ക് വേണ്ടി ജീവിച്ചേ മതിയാവും. അതിനിടയിൽ ഒരു പ്രേമോ വിവാഹമോ ഒന്നും എൻ്റെ ചിന്തയിലേക്ക് വന്നിട്ടില്ല. എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കണം, അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. തനുശ്രീയുടെ നല്ലൊരു ഫ്രണ്ടായിട്ട് ഞാൻ എന്നും കൂടെ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് എന്നെ പ്രതീക്ഷിക്കേണ്ട. അവസാനത്തെ അവൻ്റെ വാക്കുകൾ ഒന്നുകൂടെ ഗൗരവം നിറഞ്ഞതായിരുന്നു. ഞാൻ വിധു ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു ഭാര്യയായി ജീവിച്ച വിധു എന്നെ സ്വീകരിക്കുമോ? ഉള്ളിൽ ആളിക്കത്തുന്ന ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് സൗമ്യതയോട് അവൻ പറഞ്ഞു. ഇപ്പം ആദ്യം പഠിക്കുകൂട്ടി. കല്യാണമൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ. പിന്നീട് വിധുവിനെ കാണാൻ മാത്രം കോളേജിലേക്ക് പോവുക എന്ന പോലെയായി ഞാൻ. അവനാണെങ്കിൽ എൻ്റെ മുന്നിലേക്ക് വരാതെ മാക്സിമം ഒഴിഞ്ഞു മാറി നടന്നു. അങ്ങനെ 2 കൊല്ലം പോയതറിഞ്ഞില്ല. വീട്ടിൽ കല്യാണാലോചനകൾ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ അച്ഛനോട് കാര്യം പറഞ്ഞു. ആഗ്രഹിച്ചത് നേടിയെടുക്കുക എന്നുള്ളത് എൻ്റെ ചെറുപ്പം മുതലേയുള്ള സ്വഭാവമാണ്. എൻ്റെ വാശിയിൽ പലതും വീട്ടുകാർ സമ്മതം മൂളുമ്പോൾ അവരെക്കുറിച്ച് ഞാൻ ഓർക്കാറേയില്ല. ഈ കാര്യത്തിൽ അത് തന്നെ സംഭവിച്ചു. എൻ്റെ വാശിക്ക് മുമ്പിൽ അച്ഛൻ വിധുവിൻ്റെ വീട്ടിൽ പോയി സംസാരിക്കാമെന്നായി. വിധുവിൻ്റെ വീട്ടിൽ പോയി വന്നതിന് ശേഷം അച്ഛൻ്റെ മുഖത്തൊരു തെളിച്ചമില്ലായ്മ കാണപ്പെട്ടു. അമ്മയോടും അനിയത്തി ഗായുവിനോട് എത്ര ചോദിച്ചിട്ടും അവർ മൗനവ്രതം പൂണ്ടു. അച്ഛൻ രാത്രി അത്താഴം കഴിക്കുമ്പോഴാണ് എന്നോട് സംസാരിച്ചത്. മോളെ, നീ പറഞ്ഞതിനേക്കാൾ പാവം പിടിച്ചൊരു മോനും ഒരു അമ്മയും, അവരുടേതായ ഒരു കൊച്ചു ലോകം. അവർക്കിടയിലേക്ക് അവരെപ്പോലൊരു പാവം കൊച്ചായിരിക്കും നല്ലത്. മോളിത് മറന്നേക്ക്. അപ്പം ഞാൻ ഭയങ്കര ദുഷ്ടയാണെന്നാണോ അച്ഛൻ പറഞ്ഞു വരുന്നത്? അങ്ങനെയല്ല മോളെ. മോൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. കുഗ്രാമത്തിൽ ഉള്ളിലേക്കായിട്ട് ചെറിയൊരു ഒറ്റനില ടെറസ് വീട്. സിറ്റിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ 30 കിലോമീറ്റർ ദൂരമുണ്ട്. ചെറിയ പെട്ടിക്കടകളും പാടങ്ങളും തോടുകളൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഗ്രാമം. നമ്മൾ വല്ല പിക്നിക്കൊക്കെ പോവുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. പിന്നെ ഒരു ചായ പോലും ഇടാത്ത നീ എങ്ങനെ അവിടെ പോയി ചോറും കറികളൊക്കെ ഉണ്ടാക്കി ഒരു വീട് കൊണ്ട് നടത്തും? അവരങ്ങനെയൊക്കെയുള്ളൊരു മരുമോളെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പോലെ അടുക്കള പണിക്കുന്ന ആളില്ല. പിന്നെ നിന്റെ സ്വപ്നം UK പോയി വർക്ക് ചെയ്യണമെന്നല്ലേ? ഞാൻ വിധുവായിട്ട് കുറേ നേരം സംസാരിച്ചു. അവൻ പറഞ്ഞ് അവൻ്റെ നാടും അമ്മയും വിട്ട് വേറെ ലോകം അവനുണ്ടാവില്ലെന്നാ. അവന് എന്നെ പോലുള്ള ആശങ്കകൾ തന്നെയാ. 2 ധ്രുവങ്ങളിൽ കിടക്കാൻ നിങ്ങൾ തമ്മിൽ എങ്ങനെയും ശരിയാവില്ലെന്നാ അവൻ പറഞ്ഞത്. അച്ഛാ, എൻ്റെ കാര്യം ഞാനല്ലേ പറയേണ്ടത്, അല്ല അച്ഛനും അവനല്ലല്ലോ. ഏത് നരകാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല അച്ഛാ. കൂടെ വീതം ഉണ്ടെങ്കിൽ എന്തും അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയും, എനിക്ക് ഉറപ്പാ. ഇതെല്ലാം കേട്ടിരുന്ന അമ്മ പറഞ്ഞു. മോളെ, അഡ്ജസ്റ്റ്മെൻ്റ് എന്നുള്ള വായ കൊണ്ട് പറയാൻ എളുപ്പാ. അച്ഛൻ നിനക്ക് മനസ്സിലാവുന്ന ഭാഷയിലെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ. അന്ന് രാത്രി വിധു എന്നെ ഫോൺ വിളിച്ചു. അവന് മനസ്സിലാക്കി തരാൻ പറ്റുന്ന വിധത്തിൽ അവന് എന്നോട് സംസാരിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം അച്ഛനോട് പറഞ്ഞ പോലെ തന്നെ അവനോട് മറുപടി പറഞ്ഞു. ഏത് നരകാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല വിധു. നീ കൂടെയുണ്ടെങ്കിൽ എന്തും അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയും. നീയാണ് എൻ്റെ സ്വർഗം. അങ്ങനെ എൻ്റെ തീരുമാനം ഉറച്ചതായതിനാൽ പെണ്ണുകാണലും നിശ്ചയവും കല്യാണവും വിരുന്നുമെല്ലാം തകൃതിയായി നടന്നു. വിധുവിൻ്റെ വീട്ടിൽ അവരാഗ്രഹിക്കുന്ന ഒരു മരുമകളായി തന്നെ ഞാൻ ജീവിച്ചു പോന്നു. വിധുവിൻ്റെ സ്നേഹത്തിനു മുമ്പിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അത്രയും സ്നേഹവും പരിഗണനയും സംരക്ഷണവും എല്ലാം വിധു എനിക്ക് വാരിക്കോരി തന്നു. ഞാനും എൻ്റെ പ്രണയം വിധുവിന് മേൽ പൊഴിയിച്ചുകൊണ്ടിരുന്നു. കോളേജിലെ ഞങ്ങളുടെ കോമൺ ഫ്രണ്ടായ മൻസിമയുടെ മാരേജിനന്ന് അമ്മയ്ക്ക് കീമോ ഉള്ളതിനാൽ വിധു എന്നോട് തനിച്ചു പോകാൻ പറഞ്ഞ മുതലാണ് ഞങ്ങൾക്കിടയിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടായി തുടങ്ങിയത്. ഞങ്ങളുടെ കല്യാണത്തിന് അച്ഛൻ സമ്മാനമായൊരു കാറ് തന്നിരുന്നു. എനിക്ക് ഡ്രൈവിംഗ് അറിയുന്നതുകൊണ്ട് മഞ്ജിമയുടെ മാരേജിന് ഒറ്റയ്ക്ക് പോകുന്നത് ഒരു ബുദ്ധിമുട്ടായി തോന്നിയതേയില്ല. എങ്കിലും വിധു കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെന്ന് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തപ്പോൾ തോന്നി. എങ്കിലും അവിടെ എത്തി പഴയ ഗ്യാങ്ങിനെല്ലാം കണ്ടപ്പോൾ ഞാൻ ഓക്കെ ആയി. എല്ലാവരും അവരുടെ പുതിയ ജോലിയെക്കുറിച്ചും മറ്റും വാചാലയാകുമ്പോൾ തനിക്ക് പറയാൻ മാത്രം ഒന്നുമില്ലെന്ന് സ്വയം തോന്നി. ഫൈനൽ എക്സാമിന് 4 സപ്ലി ഉണ്ടായിരുന്ന ലക്ഷ്മി പോലും അമേരിക്കയിലേക്ക് ജോലി ശരിയായി അടുത്ത മാസം പോവുകയാണെന്ന് കേട്ടപ്പോൾ കോളേജ് ടോപ്പറായി എനിക്ക് പറയാനുള്ളത് അടുക്കളപ്പണിയും മുറ്റം തൂക്കലും അമ്മയെ നോക്കലും മാത്രമാണ്. എന്നെ അത് വല്ലാതെ വീർപ്പ് മുട്ടിച്ചുകൊണ്ടേയിരുന്നു. അന്ന് തിരിച്ച് വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ ആകെ മൂഡ് ഓഫായിരുന്നു. എൻ്റെ മാറ്റം വിധു പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. ഞാൻ ഒറ്റ കല്യാണത്തിന് പോയ സങ്കടമാണെന്നാണ് അവൻ ധരിച്ചിരുന്നത്. അതിനാൽ അവൻ എന്നോട് കുറേ സോറിയൊക്കെ പറഞ്ഞു. അന്ന് ഉറക്കം കിട്ടാതെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് വിധുവിനോട് ചോദിച്ചു, നമുക്ക് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്താലോ വിധു? അതെന്താ അപ്പോൾ തനു ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കാൻ? ഒന്നുമില്ലടാ, നീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ബോറടിക്കാൻ തുടങ്ങും. പണികളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നില്ല. ബാംഗ്ലൂരിലാണെങ്കിൽ നമുക്ക് 2 പേർക്കും പെട്ടെന്ന് അവിടെ ജോബ് കിട്ടും. അമ്മയ്ക്ക് ഇവിടുത്തേക്കാൾ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുമല്ലോ. നിനക്കെന്ത് തോന്നുന്നു?
എടോ, എൻ്റെ അവസ്ഥ തന്നോട് എത്രയോ തവണ പറഞ്ഞ് മനസ്സിലാക്കി തന്നല്ലേ. അമ്മ ഈ നാടും വിട്ട് ഞാൻ എങ്ങോട്ടും തൽക്കാലത്തേക്കില്ല. പിന്നെ ഞാനൊരു കാര്യം സർപ്രൈസായി വെച്ചതായിരുന്നു. എന്തായാലും നീ ഇങ്ങോട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഇനി മൂടി വെക്കുന്നില്ല. നിനക്കൊരു ജോബ് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ് കൊച്ചിയിൽ ശരിയാക്കിയിട്ടുണ്ട്. നീ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന ഞാൻ കാണുന്നുണ്ട്. എന്നേക്കാൾ സങ്കടം അമ്മയ്ക്കാ. നല്ലൊരു പെങ്കൊച്ചിനെ കൊണ്ടുവന്ന് ഇവിടെ തളച്ചിടാനാണോ ഉദ്ദേശം എന്ന് പറഞ്ഞ് എന്നെ ചീത്ത പറയാൻ തുടങ്ങിയിട്ട് കുറേയായി. എന്തായാലും നീ ഹാപ്പി ആയില്ല തന്നൂട്ടാ? അവൻ സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പം ഞാൻ ഒറ്റക്കാണോ കൊച്ചിയിലേക്ക് പോകേണ്ടത്? അതെ, നിനക്ക് എല്ലാ വീക്കെൻഡിലും ഇങ്ങോട്ട് വരാമല്ലോ തനു. പിന്നെന്താ? അപ്പം എന്നെ തനിച്ചു വിടുന്നതിലൊരു സങ്കടമില്ല അല്ലേ? അമ്മയെ പിരിഞ്ഞിരിക്കാനേ ബുദ്ധിമുട്ടുള്ളൂ അല്ലേ? എന്താ തനു നീ ഇങ്ങനെ പിള്ളേരെ പോലെ സംസാരിക്കുന്നത്? ഓ, ഞാൻ പറയുന്നതിൽ മാത്രമേ കുഴപ്പമുള്ളൂ. നീ പ്രവർത്തിക്കുന്നതെല്ലാം ശരിയാണല്ലോ. ആണോ വിധു? എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. എന്താ തനു നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ജോലിയുടെ കാര്യം കേൾക്കുമ്പോൾ നീ ഹാപ്പിയാവുന്നാ ഞാൻ കരുതിയേ. വിധു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്തുകൊണ്ട് അമ്മയെയും കൊണ്ട് കൊച്ചിയിലേക്കോ ബാംഗ്ലൂരിലേക്കോ നമുക്ക് മാറിക്കൂടാ? തനു, നമ്മൾ രണ്ടുപേരും ജോലിക്ക് പോയാൽ അമ്മ ആ ഫ്ലാറ്റിൽ നിന്ന് വീർപ്പ് മുട്ടും. നീ അമ്മയുടെ അവസ്ഥ കൂടി ഒന്ന് ഓർത്ത് നോക്കടാ പ്ലീസ്. അങ്ങനെയാണെങ്കിൽ നീ ഇപ്പം എനിക്ക് ജോലി റെഡിയാക്കിയതോ? ഞാൻ നീയും ജോബിന് പോയാലും അമ്മ ഇവിടെയും തനിച്ചല്ലേ? അവിടുത്തെ പോലെയാണോ തനു ഇവിടെ? ഇവിടെ അമ്മയ്ക്ക് ചുറ്റും അമ്മയുടെ കൂടപ്പിറപ്പുകളെ പോലെയുള്ള അയൽക്കാരുണ്ട്. നീ കണ്ടിട്ടില്ലേ? അമ്മയെന്ന് തുമ്മിയാൽ പോലും എത്ര പേര് എന്താ രമേശെന്ന് ചോദിച്ച് ഓടി വരുന്നത്. ഈ സ്നേഹവും കരുതലൊക്കെ നമുക്ക് അറിയാത്ത നാട്ടിൽ പോയാൽ കിട്ടുമോ? ഇവിടെ അമ്മയൊരു രാത്രി ഒറ്റയ്ക്കിട്ട് പോയാലും എനിക്ക് പേടിയില്ലടോ. അതുകൊണ്ട് തന്നെയല്ലേ നമുക്ക് ഹണിമൂണെല്ലാം നിന്റെ ഇഷ്ടപ്രകാരം എല്ലായിടത്തും സ്റ്റേ ചെയ്യാനൊക്കെ സാധിച്ച്. പിന്നെ അമ്മ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ അച്ഛൻ്റെ കയ്യും പിടിച്ച് കയറി വന്നത് ഈ മണ്ണിലേക്കാണ്. എൻ്റെ അച്ഛൻ ഉറങ്ങുന്ന ഈ മണ്ണിലാണ്. ഈ വയ്യാത്ത അമ്മയെ ഇനിയൊരു പുതിയ പറിച്ചടൽ ഞാൻ സമ്മതിക്കില്ല. ഇനി അമ്മ സമ്മതിച്ചാലും. അവനും ദേഷ്യത്തിൽ തന്നെയായിരുന്നു. ഇനി സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിറ്റേ ആഴ്ച തന്നെ ഞാൻ കൊച്ചിയിലേക്ക് ചേക്കേറി. വിധുവിനെ പിരിഞ്ഞിരിക്കുന്ന ആദ്യമൊക്കെ അസഹ്യമായിരുന്നെങ്കിലും ആഴ്ചയിൽ ഞാൻ അങ്ങോട്ട് പോവുകയോ അല്ലെങ്കിൽ വിധു എൻ്റെ അടുത്തേക്ക് വരികയോ ചെയ്യും. വിധു വരുമ്പോൾ എന്നെ എത്രയൊക്കെ സന്തോഷിപ്പിച്ചാലും എൻ്റെ കൂടെ ഷിഫ്റ്റ് ചെയ്യാത്തതിൻ്റെ പരിഭവം എൻ്റെ മനസ്സിൽ കരടായി തന്നെ കിടന്നു. കിട്ടുന്ന ഗ്യാപ്പിൽ അതും പറഞ്ഞ് വിധുവിനെ കുത്തിനോവിക്കാനും ഞാൻ മറന്നില്ല. കമ്പനിയിൽ കയറി 4 മാസമായപ്പോഴാണ് അവിടെ തന്നെ ബാംഗ്ലൂരിലേക്കുള്ള ഓഫീസിലേക്ക് എനിക്ക് പ്രൊമോഷനായത്. ഞാൻ അതീവ സന്തോഷത്തോടെ വിധുവിനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ, അത് വേണോടാ, അത്രയ്ക്ക് ദൂരേക്ക് പോകണോ എന്ന് ചോദിച്ച് എനിക്ക് ഇഷ്ടമായില്ല. വിധുവിനേക്കാൾ നല്ല ജോബ് ഓഫർ കിട്ടിയ എൻ്റെ ഈഗോയാണോ എന്ന് ഞാൻ ഉടനെ ചോദിച്ചു. ഏയ്, ഒരിക്കലും അല്ലടോ. കൊച്ചിയിലാകുമ്പോൾ ഒരാഴ്ച നിന്നെ പിരിഞ്ഞിരുന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ മാസത്തിലെങ്കിലും നമ്മൾ കാണുമോ? എനിക്കിതിനെ അത്ര ദിവസം കാണാതിരിക്കാൻ വയ്യടോ. അവൻ സങ്കടപ്പെട്ടു. അതിനുള്ള സൊല്യൂഷനൊക്കെ ഞാൻ വിധുവിനോട് പറഞ്ഞല്ലേ. അമ്മയെ കെട്ടിപ്പിടിച്ച് ആ വീടിന് കാവലിരിക്കണമെന്ന് ശടിക്കുന്നവരോട് കൂടുതൽ എന്ത് പറയാൻ എന്നും പറഞ്ഞ് ഞാൻ വേഗം ഫോൺ കട്ട് ചെയ്തു. ബാംഗ്ലൂരിലെ ഓഫീസിൽ ജോലിഭാരം കൂടുതലായിരുന്നു. പലപ്പോഴും നൈറ്റ് ഷിഫ്റ്റെല്ലാം എടുക്കേണ്ടി വന്നു. വിധു ഫോൺ ചെയ്യുമ്പോൾ പലപ്പോഴും തിരക്ക് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യേണ്ടി വന്നു. 2 മാസം കൂടുമ്പോൾ നാട്ടിലേക്ക് 2 ദിവസത്തെ ലീവ് ഒപ്പിക്കാൻ പലപ്പോഴും MDയുടെ കാല് പിടിക്കേണ്ട അവസ്ഥയായിരുന്നു. നാട്ടിലെത്തിയാലും വീട്ടിൽ നിൽക്കാനും നേരം കാണില്ല. 2 ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. രാത്രിയിൽ വിധുവിൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുമ്പോൾ ഇനി തിരിച്ചു പോകുന്നില്ല എന്നൊക്കെ കരുതും. പക്ഷേ വിധു വിചാരിച്ചിരുന്നെങ്കിൽ എല്ലാം സ്മൂത്തായി കൊണ്ടുപോകാൻ പറ്റുമായിരുന്നല്ലോ എന്ന ചിന്ത എന്നിലെ വാശിയെ വീണ്ടും മൂതി വീർപ്പിക്കും. അങ്ങനെ ഇരിക്കുകയാണ് UK വളരെ പ്രശസ്തമായ കമ്പനിയിലേക്ക് അപ്രതീക്ഷിതമായിട്ട് എനിക്കൊരു ജോബ് ഓഫർ കിട്ടുന്നു. എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഗൗതം അവിടെ ആ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. കോളേജിൽ പഠിക്കുമ്പോഴെല്ലാവർക്കും അറിയാം എനിക്ക് UK പോയി ജോബ് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹം. അങ്ങനെയാണ് അവനത് ഓർമ്മിച്ചുകൊണ്ട് എന്നെ വിളിച്ച് എൻ്റെ CV അവൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഓൺലൈൻ വഴി ഇൻ്റർവ്യൂവും കഴിഞ്ഞ് ഞാൻ സെലക്റ്റഡ് ആയതിനു ശേഷം ഞാൻ ബാംഗ്ലൂരിലെ ജോബ് റിസൈൻ ചെയ്തു. വിധുവിനോട് നേരിട്ട് പറഞ്ഞു മനസ്സിലാക്കാമെന്ന ചിന്തയിൽ ഞാനൊന്നും ആരെയും അറിയിച്ചില്ല. വീട്ടിലെത്തി രാത്രിയിൽ വിധുവിൻ്റെ നെഞ്ചിൽ തലചേർത്ത് കിടക്കുമ്പോൾ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. എങ്ങനെ നല്ല രീതിയിൽ അവനോട് അവതരിപ്പിക്കുമെന്ന ചിന്ത വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരുന്നു. എന്താടോ താനൊന്നും മിണ്ടാത്തെ? ആകെ ഒരു ടെൻഷൻ പോലെ വിധു എൻ്റെ മുഖമുയർത്തിക്കൊണ്ട് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. എന്നാലൊരു കാര്യം പറയട്ടെ തന്നൂട്ടി? പറഞ്ഞോളൂ. ബാംഗ്ലൂരിലെ ജോബ് നമുക്ക് കുറച്ചാളത്തേക്ക് റിസൈൻ ചെയ്താലോ? അതെന്തിനാ? അതല്ലടോ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായി. എന്നും നമ്മൾ 2 പേരും മാത്രം മതിയോ? നമുക്കിടയിൽ ഒരാൾ കൂടെ വരേണ്ട സമയമായില്ലേ തനു? നീയോ അത് ആഗ്രഹിക്കുന്നില്ലടോ? അവൻ ആർദ്രമായി ചോദിക്കുന്ന കേട്ട് ഞാനാകെ വല്ലാതെയായി. എൻ്റെ UK എന്ന സ്വപ്നം എന്നെ പല്ലിളിച്ച് കാണിക്കുന്ന പോലെ തോന്നി എനിക്ക്. അത് ദൈവം തരുന്ന കാര്യമില്ലേ വിധു? സമയമാകുമ്പോൾ ദൈവം നമുക്ക് തരും. അപ്പോൾ സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം. ഓക്കെ? അതൊക്കെ ശരി തന്നെയാ. പക്ഷെ അക്കരെ ഇക്കരെ നിൽക്കുന്ന നമ്മുടെ കാര്യത്തിൽ ദൈവം വല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുകയാടോ. ദൈവത്തെ വിഷമിപ്പിക്കുന്നതിൽ ഇത്തിരി പരിധിയിലിടോ. ഇപ്പോൾ ലാസ്റ്റ് വന്ന 2 മാസവും എനിക്ക് പീരിയഡ്സ് ആയിരുന്നു. 6 മാസമായിടോ നമ്മൾ തമ്മിൽ. പിന്നെ അമ്മയെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞിനെ ഒന്ന് കാണാൻ. അമ്മയുടെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്.
എത്ര നാളെന്ന് പോലും അറിയാത്ത നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയും ഇങ്ങനെ എന്തു പറഞ്ഞു ഒഴിഞ്ഞു പറഞ്ഞാൽ ഓ അല്ലെങ്കിൽ അമ്മയുടെ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റിയാൽ മതിയല്ലോ. ഞാനല്ലെങ്കിലും നിന്റെ ആരാ? എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ ആരോടാ പറയണ്ടേ? എനിക്കുമില്ലേ സ്വപ്നങ്ങളും മോഹങ്ങളും? അതോ അതൊന്നും എനിക്ക് പാടില്ലെന്നുണ്ടോ? ഞാൻ ഏങ്ങിക്കരഞ്ഞു. എന്താ മോളെ, എന്തിനാ നീ കരയുന്നത്? ഇതിനറിയോ, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം നടക്കാൻ പോകാന്ന് അറിയിട്ടും എനിക്കൊന്നും മനസ്സുവരെ സന്തോഷിക്കാൻ പോലും പറ്റുന്നില്ല. എല്ലായിടത്തും എന്നെ കയറിയിട്ട് വരിഞ്ഞ് മുറുക്കുന്ന പോലെ. എൻ്റെ ഫ്രീഡം കല്യാണം കഴിഞ്ഞവിടെ നഷ്ടമായിരുന്നു. പക്ഷെ ഇനി എനിക്കിങ്ങനെ വീർപ്പൊട്ടി ജീവിക്കാൻ വയ്യ. അധികം വൈകാതെ തന്നെ UK പോവാം. അതിനിടയിൽ കുട്ടി കൊച്ചെന്ന് പറഞ്ഞാൽ തളച്ചിടാൻ വരരുത്. കൈകൂപ്പിക്കൊണ്ട് ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. രാവിലെ കാറിൻ്റെ ശബ്ദം കേട്ടാണ് ഞാൻ പുറത്തേക്ക് വന്ന്. അച്ഛനും അമ്മയുമാണ്. ഇന്നലത്തെ വിശേഷങ്ങളെല്ലാം വിധു വള്ളിപുള്ളി വിടാതെ അവിടെ അറിയിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ്റെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി. എന്താ തനു നിന്റെ പ്രശ്നം? നിന്റെ കാര്യങ്ങൾ നീ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ മാത്രമായോ? വന്ന് കയറിയപ്പോൾ തന്നെ അച്ഛൻ എന്നോട് കയർത്തു. ഞാൻ ചെറിയ കുട്ടിയൊന്നല്ല അച്ഛാ, അത്യാവശ്യം മെച്യൂരിറ്റി എനിക്കും ആയിട്ടുണ്ട്. എന്നിട്ട് ആരോടും പറയാതെ UK പോകുന്നതാണോ നിന്റെ മെച്യൂരിറ്റി? അച്ഛനും അമ്മയ്ക്ക് അറിയാവുന്നല്ലേ അതിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണെന്ന്? അറിയാം, പക്ഷേ നിനക്ക് നിന്റെ സ്വപ്നങ്ങൾ നിറവേറ്റായിരുന്നു പണ്ട്, നിന്റെ കല്യാണത്തിന് മുമ്പ്. പക്ഷേ ഇപ്പം അതിനുള്ള അർഹത നിനക്കില്ല തനു. നീ വിധുവിനെ കല്യാണം കഴിക്കാൻ വാശി പിടിച്ചപ്പോൾ നീ പറഞ്ഞ എന്തൊക്കെയാ? വിധു ഉള്ളിടത്ത് നിനക്ക് സന്തോഷമാണെന്ന്. ആ സന്തോഷമൊക്കെ മതിയായോ നിനക്ക്? വിധു അവൻ്റെ കാര്യങ്ങൾ നിന്നോട് വ്യക്തമായി പറഞ്ഞു തന്നെയാ നിന്നെ വിവാഹം കഴിച്ച്. എന്നിട്ട് അവൻ നിന്നെ കൊച്ചിയിലേക്കും ബാംഗ്ലൂരിലേക്കും ജോലിക്ക് വിട്ടു. അതവൻ്റെ മനസ്സിൻ്റെ വിശാലത. പക്ഷേ നീയോ? അവൻ ഉള്ളിടത്ത് ജീവിക്കാം, അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നീ ചെയ്തതെന്താ മോളെ? ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, ഒരു പാവ അമ്മയും മോനാണ്. അവർക്ക് നിന്നെപ്പോലുള്ള ഒരു മോളെയല്ല വേണ്ടതെന്ന്. അച്ഛൻ രാവിലെ തന്നെ പ്രസംഗിക്കാൻ വന്നാണോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ഞാൻ വാശിയോടെ പറഞ്ഞു. തനു മോളെ, ഇപ്പം നിങ്ങൾക്ക് വേണ്ട ഒരു കുഞ്ഞാണ്. ജോലി എപ്പോൾ വേണേലും കിട്ടുമല്ലോ. അമ്മ വാത്സല്യത്തോടെ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആ എന്നിട്ട് കുട്ടിയായതിനു ശേഷം നിങ്ങൾക്ക് പറയാലോ കുട്ടി ഒറ്റക്കായി പോകാൻ പറ്റില്ലെന്നൊക്കെ. എൻ്റെ കരിയറിനെ കുറിച്ച് മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. വേറൊന്നും എനിക്ക് കേൾക്കണ്ട. മോളെ, എന്തിനാ ഈ പിടിവാശി? മോളുടെ എല്ലാ ഇഷ്ടങ്ങളും ഈ വീട്ടിൽ നടത്തി തന്നിട്ടില്ലേ? എൻ്റെ മോളായിട്ടല്ലേ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ. മോളെല്ലാവരും പറയുന്ന കേൾക്ക്. മരിക്കുന്നതിന് മുമ്പ് എൻ്റെ പേരക്കുട്ടിയെന്ന് എടുക്കണമെന്ന ആഗ്രഹം മാത്രമേ ഈ അമ്മയ്ക്ക് ഇനിയുള്ളൂ. ആ ശരിയാ, അമ്മക്ക് ആഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം മോൻ കണ്ടതിന് സാധിപ്പിച്ചിരുന്നുണ്ടല്ലോ. അതുകൊണ്ടെന്താ, ഭാര്യയുടെ ആഗ്രഹങ്ങൾ കാണാൻ മകനെ കണ്ടില്ലാണ്ടായി. എത്ര തവണ ഞാൻ കെഞ്ചി പറഞ്ഞിട്ടുണ്ടെന്നറിയോ, നമുക്ക് എല്ലാവർക്കും കൂടി ബാംഗ്ലൂരിലോ കൊച്ചിയിലോ നിൽക്കാന്ന്. എനിക്ക് വിധുവിനെ ഒന്നും കാണാലോ എന്നൊക്കെ. അമ്മയുടെ പേരും പറയാനൊന്നും ചെവി കേട്ട പോലുമില്ല നിങ്ങളുടെ മകൻ. തനു നിർത്തടി, അച്ഛൻ ഉച്ചത്തിൽ വിളിച്ചു. അവൻ നിന്നോട് എത്രയോ തവണ പറഞ്ഞല്ലേ അവൻ്റെ അമ്മയെ അവൻ്റെ അച്ഛനോർക്കെ നീ മണ്ണും വിട്ട് എങ്ങോട്ടും വരില്ലെന്ന്? അതൊക്കെ നീ സമ്മതിച്ചു അല്ലേ? അച്ഛൻ വിറവുണ്ട്. ആ അതൊക്കെ സത്യം തന്നെയാ. പക്ഷെ അന്നൊക്കെ വിചാരിച്ച് അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മരിച്ചു പോകും. അപ്പോൾ അവൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും മുഖടച്ച് അടി വീണിരുന്നു. ഞാൻ പിന്നിലേക്ക് വേശി വീഴാൻ പോയി. തൊട്ടടുത്തുള്ള കസേരയിൽ പിടിച്ച് ഞാൻ ബാലൻസ് ചെയ്ത് നിന്നു. അടിച്ചത് അച്ഛനാണെന്ന് കരുതി മുഖമുയർത്തിയപ്പോഴാണ് കണ്ണുകളിൽ തീ പാർച്ചു നിൽക്കുന്ന വിധുവിനെ പിന്നിലേക്ക് പിടിച്ചു മാറ്റുന്ന അച്ഛനെ കാണുന്നത്. ഞാനാകെ ഞെട്ടിപ്പോയി. വിധുവിൽ നിന്നിങ്ങനെ വികാരം ആദ്യമായി കാണുകയാണ്. എന്നെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ അവൻ അച്ഛൻ്റെ പിടിയിൽ നിന്ന് കുതറിമാറാൻ ശ്രമിക്കുന്നുണ്ട്. അച്ഛൻ അവൻ്റെ മുതുകിൽ തലോടി ആശ്വസിപ്പിക്കുന്നുണ്ട്. രണ്ട് അമ്മമാരിരുന്ന് കരയുകയാണ്. ഈ നിമിഷം നീ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. ഇത്രയും വിഷം നിന്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഓരോ തവണ നീ കുശുമ്പ് പറയുമ്പോൾ എന്നുള്ള സ്നേഹം കൂടുതലാണെന്ന് കരുതി ഞാൻ സന്തോഷിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇതെനിക്ക് പൊറുക്കാൻ കഴിയില്ല. അവൻ കിതപ്പോടെ പറഞ്ഞു നിർത്തി. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം വീണ്ടും പറഞ്ഞു തുടങ്ങി. എന്നെയാണല്ലോ അല്ലേ നിനക്ക് സ്വന്തമായി വേണ്ടത്? ഈ ഞാനെങ്ങനെ ഇങ്ങനെയായെന്ന് നീ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 30-ാം വയസ്സിൽ വിധവയായ, ചുറ്റിനും കുടുംബക്കാരില്ലാതെ 6 വയസ്സുള്ള മകനെയും പിടിച്ചൊന്ന് ഉറക്കെ കരയാൻ പോലും പേടിച്ചു കഴിഞ്ഞ ഒരമ്മയുടെ വേദന അതെന്താണെന്ന് പറഞ്ഞു തന്നാൽ പോലും നിനക്ക് മനസ്സിലാവൂടി? ഞാൻ എൻ്റെ അമ്മയുടെ ആയുസിന് വേണ്ടി ഓരോ സെക്കൻഡിലും പ്രാർത്ഥിക്കുമ്പോ നീ എൻ്റെ അമ്മയുടെ മരണത്തിനായി പ്രാർത്ഥിക്കായിരുന്നു അല്ലേ? അവൻ വീണ്ടും എന്നെ അടിക്കാനായി പാഞ്ഞെടുത്തു. വിധുവിൻ്റെ അമ്മ എൻ്റെ മുമ്പിൽ തടസ്സമായി നിന്നു. കൊച്ചു എന്തെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞു എന്ന് കരുതി അതെല്ലാം സത്യമാവണമെന്നുണ്ടോ? നമ്മളും ദേഷ്യം വരുമ്പോൾ പലതും വിളിച്ചു പറയാറില്ലേ? അതെല്ലാം മനസ്സിൽ തട്ടി പറയുന്നതാണോ? എൻ്റെ മോളെ എനിക്കറിയാം. അവൾ ഇവിടെയുള്ള നേരെല്ലാം എന്നെ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്. അവരെ നെടുവീർപ്പെട്ടു. ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. എല്ലാവരും സന്തോഷത്തോടെ ചായ കുടിക്കാൻ വരൂ. അത് കേട്ടതും ശില പോലെ നിന്നിരുന്ന ഞാൻ കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും എന്നെ നോക്കി നിൽക്കുകയാണ്. ഞാനൊന്നും മിണ്ടാതെ അച്ഛൻ്റെ കാർ തുറന്ന് ബാക്ക് സീറ്റിൽ പോയിരുന്നു. അച്ഛനും അമ്മയും എന്തൊക്കെയോ വിധുവിനോടും അമ്മയോടും പറയുന്നുണ്ട്. അച്ഛൻ വിധുവിനെ പുറത്തേക്ക് മാറ്റി നിർത്തി മുതുകിൽ തടവി ആശ്വസിപ്പിക്കുന്നുണ്ട്. അതെല്ലാം കണ്ട് എൻ്റെ ദേഷ്യം ഇരട്ടിച്ചുകൊണ്ടിരുന്നു.
ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും കാറിൽ കയറി. വിധു എന്നെ നോക്കാതെ അകത്തേക്കും. വീട്ടിലെത്തി ആര്യനോട് സംസാരിച്ചില്ല. ഞാനും മിണ്ടാൻ പോയില്ല. വിധുവിൻ്റെ അടി കൊണ്ട കവിൾ പിറ്റേ ദിവസം ആയപ്പോഴേക്കും നീര് വന്ന് കല്ലിച്ചിരുന്നു. വേദന കൂടുമ്പോഴെല്ലാം അവനോടുള്ള ദേഷ്യം ഒരു പകയായി മാറി. 2 ദിവസം കഴിഞ്ഞാണ് ഗൗതമിൻ്റെ കോൾ വന്ന്. ഒരു 6 മാസം കഴിഞ്ഞ് വന്നാൽ മതി. അപ്പോഴേക്കും അവൻ അയച്ചിരുന്ന ഡിപ്ലോമ കോഴ്സ് പഠിക്കാനും പറഞ്ഞു. വിസയുടെ കാര്യങ്ങളെല്ലാം അപ്പോഴേക്ക് റെഡിയാക്കാൻ പറഞ്ഞു. എല്ലാം ഞാൻ തനിയെ ചെയ്തു. അതിനിടയിൽ ആരും അറിയാതെ ഡിവോഴ്സ് ആവശ്യപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. ഇവിടെ നിന്ന് UK പോകുമ്പോൾ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മോചിതയായിട്ട് വേണം പോവാനെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. വിധുവിന് നോട്ടീസ് കിട്ടിയെന്ന് മനസ്സിലായത് അച്ഛൻ്റെ ചോദ്യം ചെയ്യലിൽ നിന്നാണ്. വിശ്വേട്ടൻ മിണ്ടാതിരി. അത്രയും നല്ലൊരു പയ്യനെ ഭർത്താവായി കിട്ടാനുള്ള യോഗ്യത അവൾക്കില്ല. അത്ര തന്നെ. അവൻ നന്നായിട്ട് ഇനിയെങ്കിലും ജീവിക്കട്ടെ. സന്തോഷവും സമാധാനവും അവനും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? എന്നെ ശകാരവർഷങ്ങൾ നടത്തുന്ന അച്ഛനെ നോക്കി അമ്മ ഇത്രയും പറഞ്ഞപ്പോൾ അച്ഛൻ ഒതുങ്ങി. ആ അമ്മയുടെയും മകൻ്റെയും മനസ്സിൻ്റെ വിശാലതയൊന്നും നമ്മുടെ മോൾക്ക് മനസ്സിലാവില്ല ഏട്ടാ. ആ അമ്മ മരിച്ചു കാണാൻ ഇവൾ ആഗ്രഹിച്ചു എന്നറിഞ്ഞപ്പോഴും അവരിവളെ ന്യായീകരിച്ചാൽ സംസാരിച്ച്. അവരുടെ നിഷ്കളങ്കായ സ്നേഹമൊക്കെ അനുഭവിക്കാനുള്ള എന്തു ഗുണമായി ഇവൾക്കുള്ളത്? ഞാൻ അമ്മയെ പുച്ഛിച്ച് നോക്കിക്കൊണ്ട് മുകളിലേക്ക് പോയി. മ്യൂച്വൽ ഡിവോഴ്സിന് വിധുവിന് സമ്മതമാണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ ഓർത്തപ്പോൾ വലിയ സമാധാനമായി. പോകുന്നതിന് മുന്നേ തന്നെ എല്ലാം തീരുമാനമാകുമല്ലോ. എങ്കിലും നോട്ടീസ് കാണുമ്പോൾ വിധു ഷോക്കാവുമെന്നും എന്നെ വന്ന് കണ്ട് എന്നോട് തിരികെ വരണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ അവനെ ആട്ടി പുറത്താക്കുമെന്നൊക്കെ ഞാൻ സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ അത് നടന്നില്ല. ഇനി എൻ്റെ ഷോ ഓഫ് കാണിക്കാനുള്ള ദിവസം കോടതിയിൽ നിന്ന് ഡിവോഴ്സ് കിട്ടുന്ന അന്നാണ്. അന്ന് അവൻ്റെ മുമ്പിലൂടെ അന്തസ്സായി തലയുയർത്തി വിജയശ്രീലാളിതയായി ഇറങ്ങിപ്പോരണമെന്നൊക്കെ ആഗ്രഹിച്ചതായിരുന്നു. അതിപ്പോൾ ഇങ്ങനെയായി. വീതി ഇന്നു മുതൽ എൻ്റെ ആരുമല്ലെന്ന സത്യം മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. എങ്കിലും അത് പുറത്ത് കാണിക്കാതെ വൈകുന്നേരം ഫ്രണ്ട്സിന് വേണ്ടി ഒരുക്കിയ പാർട്ടിയിൽ കേക്കെല്ലാം കട്ട് ചെയ്ത് ഞാൻ എൻ്റെ ഫ്രീഡം ആഘോഷമാക്കി നടത്തി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഗൗതമിൻ്റെ കോൾ വന്നു. നെക്സ്റ്റ് വീക്ക് UK ഫ്ലൈറ്റ് കയറാൻ പറഞ്ഞിട്ട്. ഇതിനിടയിൽ അവൻ പറഞ്ഞ കോഴ്സിന് ചേർന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ വാങ്ങിയിരുന്നു. പോകുന്ന ദിവസം അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് നിർവികാരത മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. ഗായുവിന് മാത്രം ചെറിയൊരു സങ്കടമുള്ള പോലെ തോന്നി. അച്ഛൻ്റെ കടമ നിറവേറ്റാനെന്ന വണ്ണം യാത്ര അയക്കാൻ അച്ഛൻ മാത്രം എയർപോർട്ടിലേക്ക് വന്നു. UK ആദ്യത്തെ 2 മാസം സ്വപ്ന ലോകത്തെത്തിയതിൻ്റെ സന്തോഷമുണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിനോടും വല്ലാത്തൊരു മടുപ്പ് തോന്നി തുടങ്ങി. അല്ലെങ്കിൽ എല്ലാതും അങ്ങനെ തന്നെയാണല്ലോ. എന്തും വാശിയോടെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ള ഭ്രമമെല്ലാം പതിയെ ഇല്ലാതാവും. ഇപ്പോൾ ജീവിതം വല്ലാതെ വീർപ്പുമുട്ടുന്ന പോലെ എല്ലാം ഒരു യന്ത്രം പോലെ ചെയ്തു തീർക്കുന്നു എന്ന് മാത്രം. എൻ്റെ സ്വന്തം എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലാനോ കെട്ടിപ്പിടിക്കാനോ ആരുമില്ലെന്നൊരു തോന്നലല്ലോ, പരമമായ സത്യമാണല്ലോ. ഒന്നരാടം വീട്ടിലേക്ക് വീഡിയോ കോൾ വിളിക്കുമെങ്കിലും അച്ഛനും അമ്മയ്ക്ക് എന്നോട് ചോദിക്കാനും പറയാനും ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഗായുവാണ് പിന്നെ എന്തെങ്കിലും ചോദിക്കുന്നത് തന്നെ. എക്സാം ആയതുകൊണ്ട് അവളിപ്പോൾ ഓൺലൈനിൽ വരാതെയായി. പണ്ട് ബാംഗ്ലൂരിൽ എത്ര ജോലി തിരക്കിനിടയിലും 2 മാസം കൂടുമ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ വിധുവിൻ്റെ നെഞ്ചിൽ തല ചേർത്ത് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരാശ്വാസം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ആ 2 മാസം കിട്ടാതെ പോയ സ്നേഹമില്ല അവൻ വാരിക്കോരി തരുമ്പോൾ ഇനി തിരിച്ചു പോകില്ലെന്ന് തീരുമാനിക്കും. അപ്പോഴാണ് അമ്മയോടുള്ള അവൻ്റെ സ്നേഹത്തിന് മുമ്പിൽ കുശുമ്പൂത്തി വീണ്ടും പോകാൻ തന്നെ തീരുമാനിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നികത്താൻ കഴിയാത്ത നഷ്ടം. വിധു കൂടെ വേണമെന്ന് ഓരോ സെക്കൻഡും ആഗ്രഹിച്ചു പോകുന്നു. അവൻ വീണ്ടും കല്യാണം കഴിച്ചു. അവൻ FB ഇൻസ്റ്റയെല്ലാം ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ അവനെക്കുറിച്ച് അറിയാൻ മനസ്സ് ഈടായിട്ട് എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നും രാത്രിയിൽ കണ്ണീര് പറ്റി ഉറങ്ങുക പതിവായി. ഇന്ന് തീരെ ഉറക്കം വരുന്നില്ല. ഇന്ന് ഞങ്ങളുടെ 3ാം വിവാഹ വാർഷികമാണ്. വിധു ഓർക്കുന്നുണ്ടോ ആവും? അതോ വേറെ വിവാഹം കഴിച്ച് എല്ലാം മറന്നുപോയോ? വിധുവിൻ്റെ തനൂട്ട എന്ന വിളി കേൾക്കാൻ വല്ലാതെ കൊതിക്കുന്നു. അറ്റ്ലീസ്റ്റ് അവൻ്റെ ശബ്ദമെങ്കിലും. എൻ്റെ UK നമ്പർ അവൻ്റെ കയ്യിലുണ്ടാവില്ല. അതുകൊണ്ട് ഇത് ബ്ലോക്കായിരിക്കില്ല. രണ്ടും കൽപ്പിച്ച് വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.